തീ കൊളുത്തിയിട്ട് ഓടിയതാന്ന് കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ ഞാൻ ലൈവായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കൂലേ. സാധാരണ പൊട്ടത്തില്ലല്ലോ, 2 വണ്ടിയോ മേടിച്ചാൽ ഒരിക്കലും പൊട്ടത്തില്ല. കാരണം ഞാനൊക്കെ ഡ്രൈവറാണ്. ഒന്ന് ഷോർട്ട് സർക്യൂട്ട് ആയാലും വണ്ടിയുടെ ബോണറ്റേ കത്തത്തുള്ളൂ, വണ്ടിക്ക് അകത്ത് തീ കയറത്തും. ഡോർ തുറക്കുമ്പോൾ പുറത്തുനിന്ന് തീ ചാടുക, അകത്തുനിന്ന് തീ വെളിയിലോട്ട് ചാടിക്കൊണ്ടിരിക്കും. ഈ വാഹനം കുറുകെ കൊണ്ട് ഇടുന്നു, ഒരു സംസാരങ്ങളും ഇല്ല. സംസാരമൊന്നും നമ്മളില്ല. നേരെ കൊണ്ട് ചിടുന്നു, വണ്ടി കത്തുന്ന നമ്മൾ കാണുന്നു. നേരെ കൊണ്ട് ചിടിച്ച് ഒരു സാധനം ഇട്ടു, വണ്ടി ഇട്ടപ്പോ പൊട്ടിത്തെറിച്ചു. ആ പയ്യൻ പുറത്തിറങ്ങിട്ട് പറഞ്ഞു, ചേട്ടാ പപ്പനാ കത്തിച്ചത് പയ്യൻ അങ്ങോട്ട് ഓടിയത്. കൊല്ലത്ത് ഇന്നലെ രാത്രി ഭാര്യയെ ഭർത്താവ് നടു റോഡിൽ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയ വാർത്ത ഏറെ ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. ആ അരുംകൊലയുടെ ഞെട്ടലിലും ഒരാൾ സ്വന്തം പങ്കാളിയെ കൊല്ലാനുണ്ടായ കാരണമെന്തെന്ന് എല്ലാവരും തേടി. കച്ചവട സ്ഥാപനത്തിലെ പങ്കാളിയുമായി ഭാര്യയ്ക്കുണ്ടായ അടുപ്പമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രതി പോലീസിൽ കുറ്റസമ്മതം നടത്തി. കൊല്ലപ്പെട്ട സ്ത്രീയും ആരോപണ വിധേയനുമായുള്ള ബന്ധം എന്തെന്ന് വ്യക്തമാക്കേണ്ടത് അവരാണ്. പ്രതിയായ ഭർത്താവ് പോലീസിനോട് പറഞ്ഞത് ഒരുപക്ഷെ അയാളുടെ സംശയമാകാം, അല്ലെങ്കിൽ അത് സത്യവുമായിരിക്കാം. എന്താണെങ്കിലും ഒരു ജീവനെടുക്കാനുള്ള ന്യായമല്ല. ഇന്നലെ അരുംകൊലയിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയവരിൽ ഒരു വലിയ വിഭാഗം സമൂഹമാധ്യമങ്ങളിൽ പിന്നീട് അതേ വാർത്തയ്ക്ക് താഴെ കൊല്ലപ്പെട്ട സ്ത്രീയെ അപമാനിക്കുകയും കൊലപാതകിയെ ന്യായീകരിക്കുകയും ചെയ്യുന്നു. വിവാഹേതര ബന്ധം കുറ്റകരമല്ലാത്ത നാട്ടിൽ സംശയങ്ങളുടെ പേരിൽ ഭാര്യയുടെ ജീവനെടുക്കാൻ ഒരാൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അതിനെ മഹത്വവൽക്കരിക്കുന്നവർ സമൂഹത്തിനുയർത്തുന്ന ഭീഷണി എത്രമാത്രം? പങ്കാളിക്ക് മടുത്താൽ പരസ്പരം മാന്യമായി അവസാനിപ്പിക്കാൻ നമ്മുടെ നാട് ഇനി എന്ന് പഠിക്കും? ഈ വിഷയത്തിൽ എനിക്കൊപ്പം അതിഥികൾ ചേരുന്നു. ഡോക്ടർ മോഹൻ റോയ്, സൈക്കാട്രിസ്റ്റ്, എം സുൽഫത്ത്, വനിതാവകാശ പ്രവർത്തക, ശ്രീ സുഭാഷ് ബാബു, റിട്ടയർഡ് SP, ഡോക്ടർ മാളവിക ബിന്നി, സാമൂഹ്യ നിരീക്ഷക എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. ഒപ്പം R സാജൻ, ആദിത്യനല്ലൂർ പഞ്ചായത്ത് മെമ്പറാണ് അദ്ദേഹവും നമുക്കൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. ഈ കുടുംബ പ്രശ്നത്തിൽ, ഈ മരിച്ച സ്ത്രീയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നേരിട്ടിടപെടുക കൂടി ചെയ്ത വ്യക്തിയാണ് നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്ന R സാജൻ. ശ്രീ സാജൻ, നാടിനെ നടുക്കിയ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത്. അവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് ഈ ബേക്കറിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിലുൾപ്പെടെ താങ്കൾ, മറ്റ് ജനപ്രതിനിധികളൊക്കെ ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിൽ ഒരു ഭാര്യ ഭർത്താവ് തമ്മിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ, ആ വിഷയത്തിന് അപ്പുറത്തോട്ടൊരു വലിയ വിഷയമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ ഈ ഫാമിലിയുടെ വിഷയത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു 2 മാസമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മാത്രം തുടർച്ചയായി ഇങ്ങനെ ചെറിയ വിഷയങ്ങൾ ഈ ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്ന് അതിനെ പോലീസ് കേസ് വരെ ആയി. കൊട്ടിയം പോലീസ് കേസിൽ ഈ ഇദ്ദേഹത്തിനെതിരെ നേരത്തെ 2 മാസം മുമ്പ് പരാതി കൊടുത്തിരുന്നു. പത്മരാജനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു പരാതി കൊടുത്തിരുന്നു. അതിനെ തുടർന്ന് പോലീസ് അദ്ദേഹത്തെ അവിടെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ വെക്കുകയും അതിനെ താക്കീത് കൊടുത്ത് അത് അന്ന് പറഞ്ഞു തീർത്ത് അനിലയുടെ സമ്മതത്തോടുകൂടി തന്നെ അതവിടെ പറഞ്ഞു തീർത്ത് ഒത്തുതീർപ്പായി വീട്ടിൽ ഒരുമിച്ച് സന്തോഷത്തോടെ പോയിട്ടുള്ളതാണ്. അങ്ങനെ തുടർന്നും ജീവിച്ചു വന്നപ്പോഴാണ് ഇത് വീണ്ടും ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, മറ്റേ ഹനീഷ് എന്ന് പറഞ്ഞ ഈ പയ്യനുമായിട്ടുള്ള ഒരുമിച്ചുള്ള അവര് ആ ബേക്കറി തുടങ്ങുന്ന പാർട്ട്ണർഷിപ്പായിട്ട് തുടങ്ങുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ, കേൾക്കാം. ഈ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു ചെറിയ വിഷയമാണ് ഇപ്പൊ ഈ വിഷയത്തിൽ കലാശിക്കാൻ കാരണം. ഇത് അപ്പോ ആദ്യം അനില നൽകിയിരുന്ന പരാതി ഈ പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നില്ല. അല്ല അത് ഈ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ല. അല്ലാതെ ഇതിനു മുമ്പ് ഒരു ചെറിയൊരു വിഷയം ഇദ്ദേഹത്തിന്റെ ഫാമിലിയിൽ ഉണ്ടായപ്പോൾ അതെന്തായിരുന്നു ആ വിഷയം എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്ന പറഞ്ഞാൽ, ഇപ്പം എനിക്ക് ആരെയും വ്യക്തിഹത്യ ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് അത് പറയുമ്പോൾ അങ്ങനെ ഒരു മാനദണ്ഡം പോകും. അതുകൊണ്ട് അത്
അങ്ങോട്ട് കടക്കാൻ എനിക്ക് താല്പര്യമില്ല. കാര്യം അവരെ അതായത് ഇപ്പോൾ ഈ കേസിന് ഈ കൊലപാതകത്തിന് ആധാരമായി എന്ന് ഈ പ്രതി തന്നെ പറഞ്ഞിരിക്കുന്ന ആ വിഷയത്തിലായിരുന്നു അന്ന് പരാതി? അല്ല അല്ല അത് അതേപോലൊരു ബന്ധപ്പെട്ടൊരു വിഷയമായിരുന്നു. അത് മറ്റൊരു വിഷയമായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വിഷയം ഉണ്ടായത്. അല്ല അന്ന് വിഷയം ഉണ്ടായത് അത് ഇതേപോലെ തന്നെ ഒരു വിഷയം വേറൊന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിഷയത്തിലാണ് അവിടെ അന്ന് സംസാരമായപ്പോൾ അത് പോലീസ് കേസ് വരെ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതിന്റെ കോംപ്രമൈസ് എന്തായിരുന്നു? അത് ഈ പത്മരാജനും കൂടി അല്ലെങ്കിൽ പത്മരാജന്റെ താല്പര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കോംപ്രമൈസ് ആയിരുന്നോ? പത്മരാജൻ സ്വന്തം ഭാര്യയെയും മകളോടും സ്നേഹത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടും ആ ആഗ്രഹം പോലീസിന് മനസ്സിലായത് കൊണ്ടും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അത് ഏകദേശം പോലീസ് പറഞ്ഞു കൊടുത്തു മനസ്സിലായത് കൊണ്ടും അദ്ദേഹത്തിന്റെ ഭാര്യ അത് ഉൾക്കൊണ്ടത് കൊണ്ടുമാണ് അന്ന് അവിടെ പ്രശ്നം തീർന്നത്. ആ പ്രശ്നം പരിഹരിച്ച് പോലീസ് തന്നെ വളരെ നല്ല താക്കീതാണെന്ന് പത്മരാജന് കൊടുത്തത്. കാര്യം പത്മരാജനെ പോലീസ് സ്റ്റേഷനകത്ത് പോലും പിടിച്ചിരുത്തുന്ന ഒരു സാഹചര്യം ആ വിഷയമായിട്ടൊന്നും ഉണ്ടായിരുന്നു. കുട്ടിയും പോലീസ് വളരെ സംയോജിതമായി തന്നെ രാവിലെ പരാതി കൊടുക്കുന്നു. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പത്മരാജനെ കസ്റ്റഡിയിലെടുത്തു, അകത്ത് വെച്ചു. അതിനെ തുടർന്ന് പത്മരാജനെ ഏകദേശം ഉച്ച കഴിഞ്ഞാണ് പോലീസ് സ്റ്റേഷനിൽ പിന്നെ മോചിപ്പിക്കുന്നത് പോലീസ്. ഞാൻ ചെന്ന് സംസാരിച്ച് പഞ്ചായത്ത് മെമ്പർ ഞാൻ നിന്ന് കാര്യം സംസാരിച്ച ചേച്ചിയായിട്ടും സംസാരിച്ചതിന് ശേഷം പോലീസ് പറഞ്ഞു പത്മരാജ് ഇനി അവസാനത്തെ താക്കീതാണ്. അല്ല ശ്രീ സാജൻ, താക്കീത് കൊടുക്കണമെങ്കിൽ അവരെ ദേഹോപദ്രവം ചെയ്തതുമായി ബന്ധപ്പെട്ട കേസായിരുന്നു അത്. മറ്റേതെങ്കിലും തരത്തിൽ ഒരു ബന്ധമുണ്ടായിരുന്നതിന്റെ പേരിൽ എന്താണ് അവിടെ സംഭവിച്ചത്? അതിനെക്കുറിച്ച് പറയാമോ? എന്തായിരുന്നു ഈ പത്മരാജനെതിരായുള്ള അനിലയുടെ പരാതി എന്തായിരുന്നു? അല്ല, ഞാനത് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ ഉണ്ടായ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട അതേപോലൊരു വിഷയം മുൻപ് ഉണ്ടായപ്പോൾ അതിനെ മതി, അതെനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് ശാരീരിക ഉപദ്രവം ഉണ്ടായി എന്നതായിരുന്നോ പത്മരാജനെതിരായിട്ടുള്ള പരാതി? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇത് ഒരുമിച്ച് പോകാൻ കഴിയാത്ത രണ്ടു പേരായിട്ട് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ തോന്നിയില്ലേ? അല്ല, നമ്മൾ അതിനകത്തൊരു ആദ്യം ഒരു തീരുമാനം എടുത്തായിരുന്നു. നിങ്ങൾ രണ്ടുപേരും യോജിച്ച് പോകാൻ പറ്റുന്നില്ലെങ്കിൽ രണ്ടുപേർക്കും പിരിയാം എന്നൊരു തീരുമാനം അവർ തന്നെ രണ്ടുപേരും എടുത്തായിരുന്നു ആദ്യം. അങ്ങനെ ഒരു തീരുമാനം അവർ എടുത്തായിരുന്നു. കാര്യം പത്മരാജൻ ഈ അനില ചേച്ചി അടുത്ത് പറഞ്ഞിരുന്നു, ഞാൻ ഇനി തുടർന്ന് ഇങ്ങനെ പോയാൽ ആത്മഹത്യയിലോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. പത്മരാജൻ പലവട്ടം ആത്മഹത്യ ഭീഷണി മുഴക്കിയിരുന്നു. ചേച്ചി എടുത്ത് എന്റെ അടുത്തും പറഞ്ഞിരുന്നു. അതിനൊക്കെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയാണ് പിന്നെ കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കി ഇങ്ങനെ പോയത്. ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതും ഈ പ്രശ്നം പറഞ്ഞു തീർത്ത് പോകാനും തീരുമാനിച്ചവർ അതിന് ശേഷമാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ അത് തകരുക അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് സംഭവിക്കുക എന്നതൊന്നും നമ്മുടെ സമൂഹത്തിൽ അത്ര അസാധാരണമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. മനുഷ്യജീവനുകൾ സംരക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ ജനപ്രതിനിധികളായ നിങ്ങളൊക്കെ ഇടപെട്ടിട്ട് അത് ഒരുമിച്ച് പോകാൻ പറ്റാത്തവരാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ സാഹചര്യം, രണ്ടുപേരും രണ്ടിടത്ത് സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ്? ഉണ്ടാകാതിരുന്ന കാരണം പത്മരാജന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു വിവാഹം, ഈ ഒരു 7 വർഷത്തോളം ഒരു ജീവിച്ച ഒരു സ്ത്രീ, കൂടെ ഉണ്ടായിരുന്ന ഭാര്യ ഈ ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞൊരു അസുഖം വന്നാണ് മരണപ്പെടുന്നത്. അതിനുശേഷമാണ് പത്മരാജൻ വീണ്ടും ഒരു വിവാഹത്തിന് തയ്യാറാവുന്നതും ഈ അനില ചേച്ചി വിവാഹം കഴിക്കുന്നതും. അന്നേരം ഇദ്ദേഹവുമായിട്ട് ജീവിച്ചു വന്ന പത്മരാജനെ സംബന്ധിച്ചുള്ള ഇവിടെ SNDPയുടെ ശാഖാ സെക്രട്ടറിയും ഒരു പൊതുപ്രവർത്തകനും ഇവിടുത്തെ അമ്പലങ്ങളും അമ്പല കമ്മിറ്റികളിലൊക്കെ ഉള്ള ഒരാളാണ്. സമൂഹത്തിൽ അത്യാവശ്യം ഒരു മാന്യമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അന്നേരം അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഭാര്യ മോളെ ഉപേക്ഷിച്ച് ഡൈവോഴ്സ് എന്നൊക്കെ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. കാര്യം അമിതമായ സ്നേഹം ഭാര്യ അടുത്ത് ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല കാര്യങ്ങളും അമിതമായ കെയറിങ്, അമിതമായി സംരക്ഷിക്കുക. അല്ല ചേച്ചി എടുത്ത് പലപ്പോഴും എന്റെ മുമ്പ് വെച്ചിട്ട് പറഞ്ഞു, ഇപ്പോഴത്തെ കുറെ ചെറുപ്പക്കാർ ഇങ്ങനെ ഉണ്ട്, അവരെ വലയിലൊന്നും പോയി വീഴരുത്, നീ ഇങ്ങനെ വീണാൽ നിന്റെ ജീവിതം അവരെ നശിപ്പിച്ചു കളയും, നിനക്കൊരു മോളുണ്ട്, നിന്റെ ഭർത്താവാണ് ഞാൻ, അത് നിനക്ക് ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞ് നല്ല ഉപദേശങ്ങൾ കൊടുത്ത് പുള്ളി ഇതിന്റെ പുറകെ നടന്ന് ഭാര്യയെ കൂടെ നിർത്താൻ പല ഘട്ടങ്ങളിലും പല അവസരത്തിലും ശ്രമിച്ചിട്ടുണ്ട്. അതെനിക്ക് നേരിട്ട് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. വളരെ താഴ്മയായും വളരെ ഭംഗിയായും, എന്ന് വെച്ചാൽ അനില ചേച്ചിയുടെ ഒരു ഘട്ടത്തിൽ അനില ചേച്ചിയുടെ കാല് പോലും പിടിച്ച് നമുക്ക് ഒരുമിച്ച് ജീവിക്കണം, അല്ലെ നമുക്കൊരു ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കണം, എന്റെ ഭാര്യയാണ് നീ, എനിക്ക് എന്റെ മോളെ എന്റെ ഭാര്യ എനിക്ക് വേണം, ഒരിക്കലും നഷ്ടപ്പെടുന്ന എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല
എന്ന് പറയുന്ന ഒരു സാഹചര്യം പോലും എന്റെ മുമ്പിൽ വെച്ചുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് ഞാൻ എങ്ങനെ പറയും രണ്ടായിട്ട് നിങ്ങൾ ഡൈവോഴ്സ് ചെയ്ത് ജീവിക്കുകയാണെന്ന് ഞാൻ എങ്ങനെ പറയും? അതെ, അത് ഒരു ആ പക്ഷേ ഭാഗം പറയുമ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ അനലൈസിച്ച ഭാഗമാണ്. സ്വാർത്ഥതയാണ്, അദ്ദേഹത്തിന്റെ താല്പര്യം അതിനനുസരിച്ച് എല്ലാം വരണം എന്നുള്ള ഒരു സ്വാർത്ഥതയായി കൂടി നമുക്ക് അതിനെ കാണാം. കാരണം പ്രായപൂർത്തിയായ ഒരു സ്ത്രീയാണല്ലോ, അവർക്ക് അവരുടെ നല്ലതും ചീത്തയും തെരഞ്ഞെടുക്കാനും അറിയാനും ഒക്കെയുള്ള ബുദ്ധി വളർച്ച, മാനസിക വളർച്ചയുള്ള സ്ത്രീയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്വാർത്ഥതയാകാം ആ രീതിയിൽ ഉപദേശമായി നിങ്ങൾ ചിത്രീകരിക്കുന്ന രീതിയിൽ ആ വിഷയത്തിൽ ഇടപെട്ടത്. സ്വന്തം ഭാര്യ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സ്വാർത്ഥതയാവുന്ന എങ്ങനെയാ? അതെങ്ങനെ സ്വാർത്ഥതയാവും? അവർക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് അവരെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. ശ്രീ സാജൻ പോലീസിൽ എത്തുമ്പോഴും അത് തന്നെയാണോ, പോലീസും ആ സമീപനം തന്നെയാണോ ആ വിഷയത്തിൽ സ്വീകരിച്ചത്? പിന്നെ പോലീസും ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള സമീപനം തന്നെ സ്വീകരിച്ചത്. നല്ല സമീപനം തന്നെ അവർ സ്വീകരിച്ചു. അവർ സ്വീകരിച്ച സമീപനം 100% അന്നത്തെ ആ സമയത്ത് ശരിയായിരുന്നു. അവരത് സ്വീകരിച്ചുകൊണ്ടാണ് അവർ ആ ഒരു സ്വീകാര്യതയിൽ ആ അന്ന ചേച്ചി അടുത്ത് പറയുകയും ചെയ്ത്, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ വന്നാൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് കൗൺസിലിംഗ് തരാമെന്നും പറഞ്ഞാണ് വിട്ടത്. കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായത്. അതിനുശേഷം മറ്റ് പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ അറിവിൽ ഉണ്ടായിട്ടില്ല, ഈ ഇന്നലെ ഉണ്ടാകുന്ന സംഭവം അല്ലാതെ? ഇന്നലെ ഉണ്ടാകുന്ന സംഭവം അല്ലാതെ അതിന് ഞാൻ പറഞ്ഞല്ലോ, അതിന് ഇന്നലെ ഉണ്ടാകുന്ന സംഭവത്തിന് മുമ്പ് അതിന്റെ തലേന്ന് ഈ കടയിൽ ഈ പറയുന്ന ഹനീഷും ഈ പത്മരാജനുമായിട്ട് അവിടെ കിടന്നൊരു വഴക്കുണ്ടായിരുന്നു ആ കടയിനകത്ത് വെച്ച്. അനില ചേച്ചി ഈ പത്മരാജനും ഹനീഷുമായിട്ടുള്ള വഴക്കില് അനില ചേച്ചി ഇടപെടാനോ അത് പിടിച്ചു മാറ്റാനോ വന്നില്ല എന്നൊരു പരാതി ഈ പത്മരാജനുണ്ടായിരുന്നു. അപ്പോ അതങ്ങനെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നു. ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടുന്ന ഒരു സാഹചര്യം പത്മരാജൻ ഉണ്ടായോ, ഈ പ്രതിക്കുണ്ടായോ? മർദ്ദനം ഉണ്ടായിട്ടുണ്ട്. കാലിലെ മുട്ടിനൊക്കെ നല്ല പരിക്കുണ്ട് എന്നാണ് ഞാൻ പരിക്ക് കണ്ടു. ഇവർ തമ്മിൽ മർദ്ദിക്കുന്നതോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ അടി കൂടുന്നതോ ഞാൻ കണ്ടില്ല. എൻ്റെ അടുത്ത് പത്മരാജനം പറഞ്ഞു എന്നെ അടിച്ചെന്ന് പറഞ്ഞു. അടിച്ച് തിരിച്ച് ഞാൻ പ്രതികരിച്ചു എന്നും പറഞ്ഞു. തിരിച്ച് പുള്ളി അത് പ്രതിരോധിച്ചെന്നും പറഞ്ഞു. ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൽ അല്പം ഇടപെടലൊക്കെ നടത്തുന്ന, പൊതുപ്രവർത്തനമൊക്കെ നടത്തുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ ഒരൊറ്റ സംഭവമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്? അതിലുള്ള മനോവിഷമോ അല്ലെങ്കിൽ പക അതാണോ ഇങ്ങനെ ഇന്നലത്തെ ഒരു ദാരുണ സംഭവത്തിലേക്ക് നയിച്ചത്? അല്ല, ഒരു മനുഷ്യൻ പുള്ളിയുടെ ആണാണല്ലോ. പുള്ളിയുടെ വൈഫ് പിന്നെ എത്രത്തോളം ഒരു മനുഷ്യൻ ക്ഷമിക്കാവുന്നതിന്റെ അങ്ങേ അറ്റം പോയി ക്ഷമിച്ച് ഒരു ഭാര്യയെ കൂടെ നിർത്താൻ പരമാവധി ശ്രമിക്കുക. കുട്ടിയെ, സ്വന്തം മോളെയും സ്വന്തം ഭാര്യയും കൂടെ നിർത്തി ഒരുമിച്ച് സന്തോഷത്തോടെ ഒരു സമൂഹത്തിൽ നല്ലപോലെ ജീവിക്കുന്നതിനുള്ള പരമാവധി ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കഴിവാണ്. ക്ഷമയോടെ ആ കഴിവ് പുള്ളിക്ക് ഉണ്ടായിരുന്നു, 100% ഉണ്ടായിരുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പരമാവധി ക്ഷമിച്ച് ആ സ്നേഹത്തോടെ എല്ലാ വിഷയങ്ങളും അത് നേരിട്ട് എനിക്ക് ബോധ്യമുള്ള ഒരാളാണ്. ഒരു സ്ത്രീയെ കുറിച്ച് മോശം അഭിപ്രായം ഈ ഒരു ചാനലിൽ വന്നിരുന്ന് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മറ്റു കാര്യങ്ങളിലോട്ട് ഒന്നും കടക്കാത്തത്. പത്മരാജൻ പറഞ്ഞ കാര്യങ്ങളിലോട്ട് ഞാൻ കടക്കാത്തത്, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലോട്ട് കടക്കാത്തത്. അത് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ അവരെ ബഹുമാനിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു. ആ ചേച്ചിയെ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാര്യം എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്ന ഒരാളാണ് ഞാൻ പത്മരാജനെ. ഈ പത്മരാജ അണ്ണന്റെ ഭാര്യ എന്ന് പറയുന്നത് എൻ്റെ ഒരു ചേച്ചിയാണ്. അതായത് ആ ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായപ്പോഴും ഈ പത്മരാജൻ വളരെ നല്ല രീതിയിൽ ക്ഷമയോടെ ക്ഷമിച്ചു, സഹിച്ചു. തിരിച്ച് നമ്മുടെ മകൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു മകൻ എന്ത് തെറ്റാണോ ചെയ്യുന്നത് അതേപോലെ തിരിച്ച് വീണ്ടും സ്വീകാര്യതയോടെ 2 കൈ നീട്ടി സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരുത്തി അവർ പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കുന്ന ഒരാളായിരുന്നു പത്മരാജൻ. എനിക്കറിയാവുന്ന ബോധ്യമുണ്ട്, അത് 100%. ഈ പൊതുവെ ഉള്ളൊരു വികാരം ഇതാണോ ഈ കൊലപാതകം ചെയ്തതിൽ? അല്ലെങ്കിൽ ഈ താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹമെങ്കിൽ ഈ ഒരു ദാരുണ സംഭവം ഉണ്ടാകാതെ ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു വിവേകം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല എന്നതാണ്. അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അദ്ദേഹം എന്തിനു വേണ്ടി? ശ്രീ സാജൻ, താങ്കൾ പറഞ്ഞല്ലോ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനാണ്, 14 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒപ്പമുണ്ട്, അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ ആണ് അദ്ദേഹം ശ്രമിച്ചതെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ആ കുട്ടിക്ക് അമ്മയില്ലാണ്ടായി. ഈ കേസിന്റെ നടപടികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പത്മരാജൻ അണ്ണൻ എന്ന് വിളിക്കുന്ന ആൾ ജയിലിൽ പോകുമ്പോൾ ആ കുട്ടി തീർത്തും അനാഥയായി മാറുകയാണ്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം കാണിക്കാത്ത വ്യക്തിയെ എങ്ങനെ നമുക്ക് ബഹുമാനത്തോടെ അല്ലെങ്കിൽ അദ്ദേഹം വളരെ വിവേകത്തോടു കൂടി പെരുമാറി എന്ന് പറയാൻ പറ്റും? അദ്ദേഹത്തിന് ഈ ബഹുമാന കുറവ് കൊടുക്കത്തക്ക തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കും ബോധ്യമുണ്ട്. ബഹുമാനം ഒരുപാട് അർഹിക്കുന്നില്ല, അത് എനിക്കും ബോധ്യമുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തിലെ ചില അവസരങ്ങളും ചില സാഹചര്യങ്ങളും നമ്മളെ ഈ
വലിയ വലിയ മനുഷ്യർ പറയത്തില്ല, അറിവുള്ളവർ പറയത്തില്ല, ചില നിമിഷങ്ങളിൽ, ചില ദുർബല നിമിഷങ്ങളിൽ ചില ചിന്തകൾ, ചില അസ്വസ്ഥമായ മനസ്സിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ചില ഈഗോസ്, അതായത് ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ബേക്കറിയിൽ ഉണ്ടായ ഒരു വിഷയം, സ്വന്തം. ശരി, ടെക്നിക്കൽ പ്രശ്നമാണ്, ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. എന്തായാലും എന്താണ് ഈ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവ്, ഒരു ഭാര്യ ആരോ അയാള് വന്ന് ആ ഭാര്യയുടെ മുമ്പിൽ വെച്ച് അടിക്കുന്നു, മർദ്ദിക്കുന്നു. ആ മർദ്ദനം കേട്ടതിന് ശേഷം ആ മർദ്ദനം ഏറ്റ ആൾ എന്റെ അടുത്ത്, പഞ്ചായത്ത് മെമ്പർ എന്ന എന്റെ അടുത്ത് ഒന്ന് പറയുക, അവളെ മുമ്പിൽ വെച്ച് എന്നെ അടിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു, അത് സാധിച്ചു എന്നാ പറയുന്നത്. ഈ ഈ ഈ ഈ പറയുന്ന പത്മരാജണ്ണനെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് മർദ്ദിക്കണമെന്ന് അദ്ദേഹം മറ്റേ എതിർകക്ഷി ആഗ്രഹിച്ചിരുന്നു. അന്നേരം അതേ അനുസരിച്ച് മർദ്ദിച്ചു എന്നാണ് എൻ്റെ അടുത്ത് വളരെ വിഷമത്തോടെ പുള്ളി പറയുന്നത്. അന്നേരം ഞാൻ പറയുന്നു, പഴയ കാര്യങ്ങളെല്ലാം കളയണ്ട, നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം, പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകട്ടെ, ശരി സാജൻ മെമ്പർ പറയുന്ന നിനക്ക് നമുക്ക് പരിഹരിക്കാം എന്ന് പറഞ്ഞാണ് അയാൾ പറഞ്ഞ 1,50,000 രൂപ കൊടുത്ത് അവിടെ പാർട്ട്ണർഷിപ്പ് ഒഴിഞ്ഞ് അദ്ദേഹം ആ പൈസയും പിടിച്ചിട്ട് പോകാൻ തയ്യാറാവുകയും തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ വാടക വീട്ടിൽ നിന്ന് ആ തൊട്ടടുത്ത് ബേക്കറി അടുത്ത് തന്നെ വാടക ഉണ്ടായിരുന്ന ആ വാടക വീട്ടിൽ കയറി വീട്ടു സാധനങ്ങൾ പുറക്കി കാറിനകത്ത് വെക്കുകയും തിരിച്ച് വീട്ടിൽ പോയതിനു ശേഷം ആ ചേച്ചി തിരിച്ച് വീണ്ടും കടയിൽ കാറും കൊണ്ട് വരികയും ആ കാറും കൊണ്ട് വരുന്നതിന് ശേഷം കടയടച്ച് തിരിച്ചു പോകുന്ന സമയത്താണ് ഈ സംഭവം നടക്കുകയും ചെയ്തത്. അന്നേരം ഇദ്ദേഹം ഈ പപ്രായൻ അന്നേരം ഒരു തെറ്റിദ്ധാരണ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. ഈ കാറിനകത്ത് ഉണ്ടായിരുന്നത് ഈ പറയുന്ന ഹനീഷ് ആയിരിക്കുമെന്നാണ് പുള്ളിക്കാരൻ വിചാരിച്ചത്. ഈ ബേക്കറിയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ പൂർണ്ണമായും മാറ്റിയിരുന്നു അല്ലേ? അല്ല, മാറ്റം 10-ാം തീയതി പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. തീരുമാനമായി, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഇടപാട് തീർക്കാന്ന് പറഞ്ഞു. അതൊരു ധാരണയായിരുന്നു. ഈ സംഭവം അദ്ദേഹത്തെ ശാരീരികമായി മർദ്ദിച്ചു എന്ന് പറഞ്ഞല്ലോ, അതിനുശേഷം ഈ പത്മരാജനെ താങ്കൾ കണ്ടിരുന്നു എന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുന്നതിന്റെ സൂചനകൾ നിങ്ങൾക്ക് തോന്നിയിരുന്നു? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ല. കാര്യം പുള്ളിക്കാരൻ ഒരു കാര്യം എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടുള്ളൂ, ഒന്നി ഈ പറയുന്ന അനില ഈ കട ഏറ്റെടുത്ത് നടത്തുക. ശരി, സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, ഞാൻ അടുത്ത ഘട്ടത്തിൽ താങ്കളിലേക്ക് എത്താം. ഡോക്ടർ മോഹൻ റോയ്, ഹനീഷ് എന്ന് പറഞ്ഞ പൈസ കൊടുക്കാൻ തയ്യാറാന്ന് പറഞ്ഞിരുന്നു. ശരി, തുടരുക. ഞാൻ മറ്റ് അതിഥികളിലേക്ക് കൂടി പോയിട്ട് താങ്കളിലേക്ക് തിരിച്ചെത്താം. ഡോക്ടർ മോഹൻ റോയ്, ഇവിടെ ഇപ്പോൾ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു ഈ പ്രതി എന്നത് പഞ്ചായത്ത് അംഗം കൂടിയായ ഈ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടയാൾ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റ് വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന, സമൂഹത്തിൽ എല്ലായിടത്തും ആക്റ്റീവായി നടക്കുന്ന, പൊതുപ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരു വ്യക്തി, ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രമാത്രം അയാൾ ശ്രമിച്ചു എന്നത് സൂചിപ്പിക്കുന്നു. പക്ഷേ വളരെ ഒബ്സസീവ് ആയിരുന്നു ബന്ധങ്ങളിൽ എന്ന് ആവർത്തിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വിവരിക്കുമ്പോൾ എനിക്ക് തോന്നി. താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പോലീസിന് മുന്നിൽ പരാതിയായി തന്നെ ഈ വിഷയം എത്തിയിട്ടുണ്ട്, ജനപ്രതിനിധികൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ സമൂഹത്തിൽ ഈ സംവിധാനങ്ങളൊക്കെ ഇടപെട്ടിട്ടും ഈ ഒരു ദാരുണ സംഭവം ഉണ്ടാകുന്നതിലേക്ക് എത്താതെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നത് എന്ത് പാളിച്ചയാണ്? ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാജൻ സാറ് ഇതിൽ നടത്തിയ എല്ലാ ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ സതുദ്ദേശത്തെ കാണിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ ഈ സതുദ്ദേശത്തിൻ്റെ ഇടയിലും ഈ സംവിധാനങ്ങളൊക്കെ തന്നെ മിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നത് നിർഭാഗ്യവശാൽ ഇതിലെ മാനസിക വശമാണ് എന്ന് പറയാതെ വയ്യ. കാരണം നമുക്കൊന്ന് ആലോചിക്കാം, ഏതൊരു വ്യക്തിക്കും നെഞ്ചിൻ്റെ ഇടതുഭാഗത്തൊരു വേദന വരികയും അത് കഴുത്തിലേക്ക് വ്യാപിക്കുകയും ശരീരം വെട്ടിവിറക്കുകയും ചെയ്താൽ അത് ഹൃദ്രോഗമാണെന്നും ചികിത്സ ആവശ്യമുള്ള കാര്യമാണെന്നും ഒരാശുപത്രിയിൽ എത്തിക്കണമെന്നും അറിയാവുന്നതാണ്. തന്നെ മിസ് ചെയ്യുന്നത് തന്നെ ശക്തമായ ഒരു തലവേദന ഉണ്ടായിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കാതെ തലവേദന ഒരു BP-യുടെ ലക്ഷണമാകാമെന്ന് കരുതിയിട്ട് അവരെ ചികിത്സ എടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കെയാണ് ഇദ്ദേഹം ഞാൻ ബഹുമാനപ്പെട്ട സാജനോട് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഓരോന്നായിട്ട് എടുത്ത് ഞാൻ വിശകലനം ചെയ്യുകയാണെന്ന് ദയവായി അങ്ങ് തെറ്റിദ്ധരിക്കരുത്. ഒരു മനോരോഗ ചികിത്സാ വിദഗ്ധൻ എന്ന രീതിയിൽ എനിക്ക് താല്പര്യമുണ്ടെത്തിയ ചില കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കുക മാത്രമാണ്, അങ്ങ് പറഞ്ഞതിനെ അടിസ്ഥാനമാക്കി. കാരണം ഇത് പൊതുവെ ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ പൊതുവെ മനോരോഗ ചികിത്സാ വിദഗ്ധന്മാർ കാണാത്ത രോഗികളെ കുറിച്ചൊക്കെ അഭിപ്രായം പറയാമോ എന്നുള്ള ഒരു നൈതികതയുടെ പ്രശ്നമുണ്ട്. പക്ഷേ അതിൽ തന്നെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും നടന്നു വരികയും
നമ്മുടെ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യത്തെ ടൈമിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരികയും അപ്പോഴൊക്കെ തന്നെ അതിലൊരു പൊതുജന താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇനിയും ഒരു ക്രൈം നടക്കാനുള്ള സാധ്യത കുറയ്ക്കാനെങ്കിലും ഈ ചർച്ചകൾ സഹായിക്കാമെങ്കിൽ അത് പറയാമെന്നുള്ള തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഒന്ന്, അദ്ദേഹം മുഴക്കിയിരുന്ന ഒരു ആത്മഹത്യാ ഭീഷണിയെക്കുറിച്ച്. നോക്കൂ, ഇതൊരു വയലൻസാണ്. ആത്മഹത്യാ ഭീഷണി എന്ന് പറയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്ന ഒരു വയലൻസ് എന്നിലേക്ക്, അതിൻ്റെ മാനസിക ഭാഷയിലെ ഇൻട്രൊജക്റ്റഡ് വയലൻസ്, ഉള്ളിലേക്കെടുത്ത അക്രമ പ്രവണത എന്ന് പറയും. അത് പുറത്തേക്ക് എടുക്കുമ്പോഴാണ് ഒരു കൊലപാതകത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ കാരണമായ ഒരാളെ വേണമെങ്കിൽ ഇല്ലാതാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ നമ്മുടെ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്തതിലെ അത് തീർച്ചയായും അതൊരു പാളിച്ച എന്നതിനപ്പുറം മാനസിക രോഗത്തെക്കുറിച്ചുള്ള ഒരു അവബോധത്തെ സംബന്ധിച്ച ഒരു കുറവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത് പോലീസിന്റെ അടുത്തെത്തുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഇത് പറഞ്ഞങ്ങ് ഒത്തുതീർക്കുകയാണ്. നോക്കൂ, ഒത്തുതീർപ്പ് കഴിഞ്ഞിട്ട് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇതിൽ പ്രാഥമികമായ ഒരു ഉത്തരവാദിത്വം, ഒരു ചികിത്സാ ഒരു ഹൃദ്രോഗ ചികിത്സാ സംവിധാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു പരാതിയും അതിന്റെ അന്വേഷണവും ഉണ്ടാകുമല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം, ഒരു ക്രമസമാധാന പ്രശ്നം, അതിന് ഒരു മാനസിക തലം ഉണ്ടെന്നും ആ മാനസിക തലത്തിൽ ഇടപെടേണ്ട സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് എന്നുമുള്ള ഒരവബോധം നമ്മുടെ സംവിധാനങ്ങൾക്ക് ഇല്ലാതെ പോയോ? പോലീസുകാർ ചെയ്തതുൾപ്പെടെ അവരുടെ ഒരു നല്ല കാഴ്ചപ്പാട് ഇത് കൂടിച്ചേർന്ന് പോകട്ടെ എന്ന് വിചാരിച്ചായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അങ്ങനെ വരുമ്പോഴും ശാസ്ത്രീയമായ ഒരു വിശകലനമോ പറ്റും. അതിൽ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്കൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇനി വന്നാൽ ഒരു കൗൺസിലിംഗ് നടത്താമെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താ ഇനി വന്നില്ലല്ലോ സർ, അവരിപ്പോ ഇല്ലല്ലോ, ഇതിൽ ആർക്കാ നമ്മൾ കൗൺസിലിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അവർ പോയി കഴിഞ്ഞു. എന്തുകൊണ്ട് ഇവർ ഇതിനെക്കുറിച്ച് ആദ്യം ആലോചിക്കുന്നില്ല? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ടുന്ന ഓരോ വ്യക്തിയും, സാമൂഹ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും ഒക്കെ യഥാർത്ഥത്തിൽ ഇതിന്റെ ആദ്യ തലത്തിൽ തന്നെ ഇടപെടാൻ ഭാഗ്യം ലഭിക്കുന്നവരാണ്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും എല്ലാ വിഷയങ്ങളും ഒന്നും അറിയണമെന്നില്ല. അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സിനെ ഇടപെടാൻ കാണിച്ച ആ സാമൂഹ്യ പ്രതിബദ്ധതയെ ശ്ലാഘിക്കുമ്പോഴും എനിക്ക് ഇങ്ങനെ പറയാതെ വയ്യ. പിന്നെ ഇതിൽ നമ്മൾ ഈ ഇദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട സാജൻ തന്നെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ ഞാനൊന്ന് പരിശോധിക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഉപദേശരൂപേണ അദ്ദേഹം പറഞ്ഞതാണ് ഭാര്യയുടെ ഒരു സംരക്ഷണമായിരുന്നിരിക്കും അദ്ദേഹത്തിന്റെ ലക്ഷ്യം, കെയറിങ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രധാന കാര്യവും. അദ്ദേഹം പറഞ്ഞത്, ഇവിടെ ധാരാളം ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, നീ വലയിൽ വീഴരുത്. അത് കാല് പിടിച്ച് തന്നെ പറഞ്ഞു എന്നാ പറഞ്ഞത്. നോക്കൂ, ഇതെനിക്ക് തോന്നുന്നു മാളവിക മേഡത്തിന്റെ ചിരി എനിക്ക് ഇവിടുന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ന്യൂജൻ പിള്ളേരോടൊന്ന് ചോദിച്ചാൽ അവർ കൃത്യമായി പറഞ്ഞു തരും സാർ ഈ കെയറിങ് എന്താണെന്ന്. ഈ കെയറിങ്ങിന്റെ പുറകിലുള്ള ഒരു വ്യക്തിയുടെ മാനസിക നില എന്താണെന്നുള്ളത് ഇപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ വ്യാപകമായി ഇത്തരം കെയറിങ് ഉള്ളവരെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കെയറിങ്ങിന്റെ പുറകിലൊക്കെ തന്നെ എന്തെങ്കിലും മറ്റു വശങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയും അത് ഈ സംവിധാനത്തിൽ ഉൾപ്പെടെ ഉള്ളവർക്ക് മനസ്സിലാകുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അങ്ങനെ വന്നില്ലെങ്കിൽ സംഭവിക്കാവുന്ന ഒരു ദുരന്തത്തിലേക്കാണ് ഇപ്പൊ അദ്ദേഹം വളരെയേറെ അദ്ദേഹത്തിന്റെ കുട്ടിയോടുള്ള ആ ഒരു ഞാൻ മറ്റതിഥികളിലേക്ക് പോയതിനു ശേഷം രണ്ടാം ഘട്ടത്തിൽ താങ്കളിലേക്ക് എത്താം. ശ്രീ സുഭാഷ് ബാബു, ഇവിടെ ഇപ്പോൾ നമ്മൾ ചില സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത സമയത്തും ആദ്യം പരാതി ഉണ്ടായിരുന്നു. പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ ഒത്തുതീർപ്പുണ്ടാക്കി പറഞ്ഞു വിട്ടു. അതിനുശേഷമാണ് മറ്റ് ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക്, കൊലപാതകത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീണ്ടത് എന്ന് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടെയും നോക്കൂ, ഈ വിഷയം പോലീസിന് മുന്നിൽ എത്തിയതാണ്. ഒരാൾ ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി മുഴക്കുന്നു, അതിനുശേഷവും ഒത്തുതീർപ്പ് നടത്തി വിട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണോ ഈ വിഷയങ്ങളിൽ പോലീസ് ഉൾപ്പെടെ ഇടപെടേണ്ടത്? പല വിഷയങ്ങൾ ഇതുപോലെയുള്ള പ്രണയക്കൊലയുൾപ്പെടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, അതിനുശേഷം അത് ഒരാളുടെ ജീവൻ എടുക്കുന്നതിലേക്ക് ഉൾപ്പെടെ പോകുന്ന നിരവധി കേസുകൾ കൈകാര്യം ചെയ്യുന്ന പോലീസിന് പോലും ഇതൊരു സൂചനയായി പോലും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഇത് ഏറെക്കുറെ നമ്മളെ മിക്കവാറും മാസത്തിൽ 4-5 സംഭവങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നതായിട്ട് നമ്മൾ അറിയാറുണ്ട്. പക്ഷേ ഇതിലുള്ള പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പരസ്പരം ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കുന്ന ആളുകൾ വിവാഹേതര ബന്ധമുണ്ടെന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അത് പലപ്പോഴും സംശയമായിരിക്കാം,
പക്ഷേ സാഹചര്യങ്ങൾ അങ്ങനെ ആ വ്യക്തിയെ ആ സംശയത്തിൽ കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും ശരി ഒരു മനോവൈകല്യമാണ്. ആ മനോവൈകല്യം എന്തായാലും ശരി ശ്രദ്ധയിൽപ്പെടുന്ന അവസരത്തിൽ ആ നിലയ്ക്ക് ഒരു ചികിത്സ അത്യാവശ്യമാണ്. അതിനാണ് നമ്മൾ കൗൺസിലിങ് അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ഡോക്ടറെ ബന്ധപ്പെടുക എന്നുള്ളത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വരുന്ന അവസരത്തിൽ പോലീസ് ആ പ്രശ്നം പഠിക്കുകയും ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്താണ്, കാരണം ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിനും അതുപോലെ തന്നെ അകൽച്ചയ്ക്കും കാരണം എന്താണെന്ന് ചോദിക്കുക. ഇത് വളരെ വ്യാപകമായിട്ടുള്ളൊരു, അതായത് ചെറുതല്ല, വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അകൽച്ചയാണ്. കാരണം ഒന്നിച്ചുണ്ടായിരുന്ന മുമ്പ് വഴക്കുണ്ടായി, പോലീസ് കേസ് കൊടുത്തു, എന്നതിന് ശേഷം പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങളെ തുടർന്ന് ഇവർ മാറി താമസിച്ചതിന് ശേഷം അവരൊരു ബേക്കറി തുടങ്ങുന്നു. അതിന് ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ താല്പര്യമില്ലാതെ ഒരാളെ, അവരുടെ ഒരു സുഹൃത്തിനെ കൂടെ അതിൻ്റെ പാർട്ണറായി വെക്കുന്നു. പിന്നെ അദ്ദേഹം അത് സ്ഥിരമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ മാനസികാവസ്ഥയുള്ള ആൾ തീർച്ചയായിട്ടും പത്മരാജൻ സംശയിച്ചിട്ടുണ്ടാകുമെന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ളത് കൊണ്ട് ആദ്യം പോലീസിൻ്റെ അടുത്ത് ചെല്ലുന്ന അവസരത്തിൽ പോലീസിന് ഇവരെങ്ങനെങ്കിലും ഒത്തിച്ചു പോകുമോ എന്നുള്ള രീതി ഇവരോട് രണ്ടാളോടും സംസാരിക്കുന്ന സ്ഥിതിയിൽ ഇയാളിപ്പം ശ്രീമാൻ സാജൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഈ മനുഷ്യന്റെ സ്വഭാവം കാണുമ്പോൾ ഇതെങ്ങനെയും ഒത്തുപോകാൻ ചിലപ്പോൾ സാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ പോലീസ് അങ്ങനെ ഒരു നിലപാടെടുത്താണ്. എന്നാൽ തന്നെയും ഇവരെ സംബന്ധിച്ചോളം ഇത്തരം വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും മാനസികമായ അകൽച്ചയും ഉണ്ട്. അതുപോലെ തന്നെ ഇയാൾക്ക് വളരെ ഗൗരവപരമായ സംശയം ഇവരുടെ പേരിലുള്ളപ്പോൾ അത് എന്തായാലും ശരി ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കേണ്ടതായിരുന്നു. അങ്ങനെ വിധേയമാക്കാതിരുന്നത് എന്തായാലും ശരി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അവർ നേരിട്ടല്ലെങ്കിലും ചെയ്ത് ഇങ്ങനെ ചെയ്യണം എന്നെങ്കിലും ഉപദേശിച്ച് വിടേണ്ടതായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളത് നമുക്കൊരു ന്യൂനതയായിട്ട് കാണാം. പക്ഷേ എന്നാലും ഇത് ഏതായാലും ഇവരൊക്കെ ഒരു പൊതുപ്രവർത്തനമാണ്. പത്മരാജൻ പ്രത്യേകിച്ചിട്ട് ശ്രീ സാജൻ പറയുന്ന പ്രകാരം അദ്ദേഹം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പ്രവർത്തനമായിരുന്നു, ഒരു സംഘടനയുടെ പ്രവർത്തനമായിരുന്നു. അതുകൊണ്ട് എന്തായാലും ശരി അദ്ദേഹം അത് സംയമനത്തോടുകൂടി നല്ല രീതിയിൽ പോകും എന്നുള്ള ഒരു സങ്കല്പത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തിലായിരിക്കും പോലീസ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. എന്തായാലും ശരി പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ബന്ധം വേർപെടുത്തുന്നതിനേക്കാൾ ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ളത് നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിനുള്ളിലുള്ള കാതലായ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി ഇത് അകൽച്ച ഉണ്ടാകുമ്പോൾ, കാരണം ഒരു ആളുടെ ജീവൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവൻ്റെ സ്വന്തം ജീവിതം അതോടുകൂടി ഇല്ലാതാകുകയാണ്. അതുപോലെ തന്നെ അവരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ അവരെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളുടെ ജീവിതം കൂടെ അതോടുകൂടി നശിക്കുക എന്ന് പറയുന്ന ഒരു ഗൗരവതരമായ പ്രശ്നം പോലീസിൻ്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് പലപ്പോഴും പോലീസിന് ഇങ്ങനെ ചെറിയ ചെറിയ വീഴ്ച വരുന്നുണ്ട്. അത് മാറ്റണം, അതിന് ഒരു മാറി ചിന്തിക്കേണ്ട ഒരു അവസരമാണെന്ന് എനിക്ക് തോന്നുന്നു. ശരി, ശ്രീമതി സുൽഫത്ത്, ഇവിടെ ഇപ്പോൾ ആ പഞ്ചായത്ത് അംഗം സംസാരിച്ച് നിർത്തുമ്പോൾ ആരോടാണ് അവർക്ക് കൂടുതൽ അടുപ്പം അല്ലെങ്കിൽ സഹാനുഭൂതി തോന്നുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ആ സ്ത്രീയുടെ കാര്യം പറയുമ്പോൾ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ എന്ന് പറഞ്ഞു പോലും പറയുന്ന കാര്യങ്ങൾ അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. അവരൊരു വ്യക്തിയാണ്, അവർക്കൊരു തീരുമാനമെടുക്കാൻ ശേഷിയുള്ള പ്രായപൂർത്തിയായ സ്ത്രീയാണ്, അവർക്ക് തുല്യ അവകാശം തന്നെ അതിനുണ്ട് എന്നിരിക്കെ ഈ അണ്ണൻ അത്രമാത്രം ശ്രമിച്ചു, അത്രമാത്രം സഹിച്ചു, അത്രമാത്രം ഉപദേശിച്ചു, നല്ല വ്യക്തിയായിരുന്നു എന്നൊക്കെ പൊതിഞ്ഞ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ വാർത്തയുടെ താഴെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ് എന്ന് വെളിവായതിനു ശേഷം വരുന്ന കമന്റുകൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം ആ സ്ത്രീയെ അപഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലാണ്. പക്ഷേ നമുക്കറിയാം, കുടുംബങ്ങളിൽ ഈ വിവാഹേതര ബന്ധങ്ങൾ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരം സംഭവങ്ങളാണ്. അവിടെയൊന്നും ഈ രീതിയിലുള്ള കമന്റുകൾ കാണില്ല, കുറ്റപ്പെടുത്തൽ കാണില്ല. ഒരു സ്ത്രീ ഒരുമിച്ച് പോകാമെന്ന് ഇത്ര മാത്രം കേണപേക്ഷിച്ചാൽ ഒരു സഹാനുഭൂതിയും തോന്നില്ല. ഇതില് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഇതില് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ആർ സാജൻ, അദ്ദേഹം വളരെ മനുഷ്യന് ആ കൊലപാതകയ്ക്ക് അനുകൂലമായിട്ട് എന്ന് പറയാനല്ല, അയാൾ മാനസികമായിട്ട് ആ കൊലപാതകയുടെ പക്ഷത്ത് തന്നെയാണ് ഉള്ളത് എന്നാണ് പറയുമ്പോൾ മനസ്സിലാവുന്നത്. വളരെ മറ്റൊരു സ്ത്രീയോട് ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും ആ ഒരു കുടുംബം നിലനിർന്നു പോകാൻ വേണ്ടി അദ്ദേഹം സഹിച്ച കുറെ ത്യാഗങ്ങൾ എന്ന രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോ ആദ്യം ഇത് തുടങ്ങുമ്പോൾ പറഞ്ഞു നമ്മൾ ഞെട്ടിപ്പോയി. എനിക്ക് തോന്നുന്നു ആ ഒരു ഞെട്ടി അതവിടെ കഴിയുന്നു. കാരണം കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ഒരു കൊലയല്ല ഇത്. ഗാർഹിക പീഡനവും കൊലപാതകവും വളരെ കൂടുതലായിട്ട് ഒരു 2 ആഴ്ച മുമ്പാണ് ഇവിടെ കണ്ണൂർ ജില്ലയില് കരിവണ്ടൂരിൽ ഇതേപോലെ ഭാര്യയെ വെട്ടിക്കൊല്ലുകയും കയ്യിൽ പെട്രോൾ കഴുതിയിരുന്നതിന് വെട്ടി
കൊല്ലപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം എന്ന് വിചാരിച്ച് അതും കരുതി വന്ന പുരുഷൻ. അതായത് ഈ ആണത്വം ഏത് രീതിയിൽ സ്ത്രീയുടെ മേലെ പ്രയോഗിക്കാം എന്നുള്ളത്, അത് ആ ഒരു ബോധം, ഒരു ക്രിമിനൽ മനസ്സുമായി ജീവിക്കുന്ന വളരെയധികം പുരുഷന്മാരുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, വിവാഹം എന്ന് പറയുന്ന ഒരു ഭാഗ്യപരീക്ഷണം മാത്രമാണ്. വളരെ അപൂർവം പേര് മാത്രം വിജയിക്കുന്ന ഒരു ഭാഗ്യപരീക്ഷണം. ഈ രീതിയിൽ വളരെ ദയനീയമായി ജീവിതം ഇവരാൽ അവസാനിപ്പിക്കേണ്ടി വരുന്ന സ്ത്രീകളെ കുറിച്ച് നമ്മുടെ പൊതുബോധം പോലും ചിന്തിക്കുന്നില്ല. നമ്മുടെ പൊതുബോധത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പഞ്ചായത്ത് മെമ്പറെ കണ്ടത്. അതിന്റെ പ്രതിനിധി തന്നെയാണ് നമ്മുടെ പോലീസ് സംവിധാനം. എനിക്ക് തോന്നുന്നു ഇത്തരം മധ്യസ്ഥവും ഒത്തുതീർപ്പും കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരം കേരളത്തിൽ നടന്നിട്ടുള്ള മിക്കവാറും എല്ലാ കൊലപാതകങ്ങളും നടന്നിട്ടുള്ളത്. അതിനു മുമ്പ് കുടുംബത്തിന്റെ മധ്യസ്ഥം ഉണ്ടാവും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നോ ഇതേപോലെ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മധ്യസ്ഥമുണ്ട്, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മധ്യസ്ഥമുണ്ട്. ഇതിനൊക്കെ ശേഷമാണ് ഈ സ്ത്രീയെ ക്രൂരമായി കൊല ചെയ്യുന്നത്. ഈ മധ്യസ്ഥം നടത്തിയവർക്ക് ഇതിനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നും, അല്ലെങ്കിൽ അയാളെ കൊലപാതകത്തിലേക്ക്, ആ സ്ത്രീയെ കൊല ചെയ്യുന്നതിലേക്ക് നയിക്കുന്നതിന് ഇവരും പങ്കാളികളാണ്, അല്ലെങ്കിൽ ഇവരും ആ രീതിയിൽ പ്രതിസ്ഥാനത്ത് വരും എന്നുള്ള നിലയിൽ പോലും നിയമം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. സ്ത്രീകൾ, ആധുനിക കാലത്തെ സ്ത്രീകൾ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി അവർ സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. അവര് സ്വാശ്രിതരാകുന്നു, അവർക്ക് സ്വന്തം കർത്തൃത്വത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നു. ഈ രീതിയിൽ സ്ത്രീകൾ സാമൂഹ്യവൽക്കരിക്കപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവര് കൂടുതൽ സ്വാശ്രിതരായി വരുമ്പോൾ അത് സഹിക്കാൻ കഴിയാവുന്ന, എനിക്ക് തോന്നും ഇത്തരം പുരുഷന്മാർ 18ാം നൂറ്റാണ്ടിൽ പോലും ജീവിക്കാൻ ഉള്ള അർഹതയില്ലാത്ത, അതായത് അന്നത്തെ ആ പുരുഷന്റെ അതേ ബോധം തന്നെ, അതായത് സ്ത്രീ എന്ന് പറയുന്നത് എൻ്റെ ഒരു വളർത്തുമൃഗമാണ്, ആ വളർത്തുമൃഗത്തിന് ഞാൻ ഇത്രയൊക്കെ പദവി കൊടുക്കും, ഞാൻ അവൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു പ്രയോഗമാണ്, ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. ഈ കൊടുക്കുന്ന സ്വാതന്ത്ര്യം ഞാൻ എത്രത്തോളം കൊടുക്കും, എൻ്റെ വളർത്തുമൃഗത്തിന് ഇത്രയും കൊടുക്കും, അതിനപ്പുറത്തേക്ക് പോകുന്നത് സഹിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിൽ എത്തുന്നു. ഒന്ന്. മറ്റൊന്ന്, ഈ രീതിയിൽ കൊന്ന് ഒഴിവാക്കുക, എനിക്ക് പറ്റാത്ത, അല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ കഴിയാത്ത, എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെങ്കിൽ കൊന്നൊഴിവാക്കുക. ഇതും സമൂഹത്തിന്റെ മറ്റൊരു പൊതുബോധത്തിന്റെ തന്നെ പ്രകടനമാണ്. അത് മർദ്ദനങ്ങളിൽ നിന്ന് മാറി അത് കൊലപാതകത്തിൽ ക്രൂരമായി കൊല്ലുന്നതിലേക്ക് എത്തുന്ന ഒരവസ്ഥ. എനിക്ക് തോന്നുന്നു, എനിക്ക് മുമ്പ് സംസാരിച്ച ഡോക്ടർ പറഞ്ഞതുപോലെ ഇതില് കൗൺസിലിംഗ് കൊടുക്കേണ്ടത് ഇവർക്ക് മാത്രമല്ല, ഈ സിസ്റ്റത്തിലെ ഇത്തരം ആളുകളെ, ഈ മധ്യസ്ഥം പറയുന്നവരായ പോലീസിന് വളരെ കാര്യമായിട്ട് സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ട്രെയിനിങ്ങുകൾ, പരിശീലനങ്ങൾ കൊടുക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലുള്ള എല്ലാ കൊലപാതകങ്ങളും അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു എങ്കിൽ രണ്ടുപേരും രണ്ടിടത്താണെങ്കിലും ജീവിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ആ കുഞ്ഞിനെ പ്രതിയാണ് രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആ പെൺകുട്ടിയെ കരുതിയാണ് എല്ലാവരും ശ്രമിച്ചതെന്ന് പറയുന്നു. ആ കുട്ടിക്ക് ഇതിലും സമാധാനം ഉണ്ടാകുമായിരുന്നു രണ്ടുപേരും രണ്ടിടത്ത് ജീവിച്ചിരുന്നാൽ. ഞാൻ മാളവിക ബിനിയിലേക്ക് വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. മാളവിക ബിനി, ഒരു ബന്ധം തുടരാൻ ഭർത്താവ് ഭാര്യയെയോ ഭാര്യ ഭർത്താവിനെയോ ഒരു പരിധിയിലപ്പുറം നിർബന്ധിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുതെന്നും, ഏതൊരു ബന്ധത്തിലും ബ്രേക്കപ്പ് സംഭവിക്കാമെന്നും, നിരാകരിക്കലോ പിരിയേണ്ടി വരുന്ന സാഹചര്യമോ ഉണ്ടാകുമെന്നുമൊക്കെ ഉള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മുടെ ആളുകൾ, സമൂഹം എത്താൻ ഇനി എത്ര സമയമുണ്ട്? ഒരുപാട് നാളുകൾ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതിനെക്കുറിച്ച് ഉള്ള ഇതുപോലുള്ള തുറന്ന ചർച്ചകൾ ഉണ്ടെങ്കിൽ കുറെ കൂടെ നമുക്ക് അത് ആ പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഇന്നും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത് എന്തോ വലിയ പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്ന, എങ്ങനെയൊക്കെ ആയിരുന്നാലും ഒരു കുടുംബം ഒരുമിച്ച് പോകണം, അതിൽ ആ സ്ത്രീക്ക് എത്ര തല്ലുകൊണ്ടാലും അല്ലെങ്കിൽ ആ സ്ത്രീക്ക് എത്ര വയലൻസ് സഹിക്കേണ്ടി വന്നാലും, കുട്ടികൾ ആ വയലൻസ് കണ്ട് വളരേണ്ടി വന്നാലും, ഇനി തിരിച്ച് ആ പുരുഷനും ആ ബന്ധത്തിൽ തുടരുന്നത് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. പക്ഷെ അറ്റ് എനി കോസ്റ്റ്
ഒരു കുടുംബത്തെ ഒരുമിച്ച് നിർത്തണം എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊരു വളരെ ടോക്സിക് മൊറാലിറ്റി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ടോക്സിസിറ്റി നമ്മുടെ എല്ലാ സിസ്റ്റത്തിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും പടർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പോലീസുകാർ ഇത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഇനി അതൊരു ഒരു ചർച്ച് ബേസ്ഡ് ഒരു കപ്പിൾ ആയിരുന്നെങ്കിൽ ആ പള്ളി ഇടപെട്ടത് ഒത്തുതീർക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടന ഉണ്ടെങ്കിൽ ആ സംഘടന ഇടപെട്ട്. ഇതെല്ലാം നമ്മൾ ഓർക്കേണ്ടത്, ഈ ഇടപെടുന്ന മനുഷ്യർക്കൊന്നും തന്നെ കൃത്യമായിട്ടുള്ള മാരേജ് കൗൺസിലിങ്ങിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ല. അപ്പൊ അതോ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിനുള്ള പ്രൊഫഷണൽ ട്രെയിനിങ് കിട്ടാത്ത മനുഷ്യരാണ് ഇത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ ശ്രമിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു കുടുംബത്തെ വേർപെടുത്തി എന്നുള്ള ഒരു ഭയങ്കര ഒരു മഹാപാതകം ഞാൻ ചെയ്തു അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ ഏത് വിധേനയും ഈ മനുഷ്യരെ ആ ബന്ധത്തിൽ തുടരാൻ നോക്കും. അതെന്തോ വലിയൊരു സാമൂഹിക റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള തെറ്റിദ്ധരിക്കും ആൾക്കാർ. എന്നാൽ ഈ മനുഷ്യന് നന്നായിട്ട് ജീവിക്കണമെങ്കിലും ഈ സ്ത്രീക്ക് നന്നായിട്ട് ജീവിക്കണമെങ്കിലും കുട്ടികൾ നന്നായിട്ട് വളരണമെങ്കിലും ആ ബന്ധം വിഘടിച്ചേ പറ്റൂ. നമുക്ക് ഒരിക്കലും ഒരു മാരേജ് എന്ന് പറയുന്ന മരിക്കുന്നത് വരെയും നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പറയും 7 ജന്മങ്ങൾക്കുള്ള ബന്ധമാണ് എന്നുള്ള ആ ഒരു ഐഡിയയിൽ നിന്ന് നമ്മൾ മാറണം. 2 പേര് കമ്പാറ്റബിൾ അല്ലെങ്കിൽ, ഒരുമിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ ബന്ധം വേർപിരിഞ്ഞ് പുതിയ ഇണയെ കണ്ടെത്തണം. വിവാഹബന്ധം എന്റെ ജന്മാവകാശം, അത് മരിക്കുന്നത് വരെയുള്ള അവകാശം എന്ന നിലയിൽ തുടരേണ്ടി വരുന്നത് ഇതുപോലെയുള്ള മാരകമായ വിപത്തിലേക്ക് എത്തിക്കും. ഒരു സാധാരണ സംഭവമായി ഡിവോഴ്സിനെ കാണാതിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ഒത്തുതീർപ്പുകൾ വേണ്ടിവരുന്നത്. അതിങ്ങനെ തുടർന്ന് മരണത്തിലേക്കൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഡോക്ടർ മോഹൻ റോയ്, കഴിഞ്ഞ ദിവസം വൈശാഖൻ തമ്പിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഈ ഡിവോഴ്സിന്റെ ജഡ്ജി ചോദിച്ചു അത്രേ, നിങ്ങൾ നല്ലതുപോലെ സംസാരിക്കുന്നതൊക്കെ വ്യക്തിയല്ലേ, താങ്കളുടെ ജീവിതത്തിൽ ഇതെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. അദ്ദേഹം പറയാണ്, ഒരു ജഡ്ജി ആ വിഷയത്തെ, അതും നിരവധി കുടുംബ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത വ്യക്തി ഇങ്ങനെയാണ് ആ വിഷയത്തെ കാണുന്നതെങ്കിൽ എന്താണ് അവസ്ഥ എന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വിവാഹം പോലെ തന്നെ സാധാരണമായി നടക്കുന്ന അല്ലെങ്കിൽ നടക്കാവുന്ന ഒരു കാര്യമായി ഡിവോഴ്സിനെ കണ്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത് ഈ വിഷയങ്ങൾ പ്രത്യേകിച്ച് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജഡ്ജിമാർക്ക്, കൗൺസിലിംഗ് നടത്തുന്നവർക്ക് പോലും ബോധ്യമാകുന്നില്ല, അതിലിടപെടുന്ന പോലീസിന് ബോധ്യമാകുന്നില്ല. അപ്പോൾ നമ്മുടെ സംവിധാനത്തിൽ 2 ഇടങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യർ, അവർക്ക് എല്ലാ കാലവും ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്നും അവരുടെ മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ അതിൽ കുടുംബത്തിൽ പ്രതിഫലിക്കുമെന്നും ഒക്കെ മനസ്സിലാക്കാനും അതൊരു സാധാരണ പ്രക്രിയയായി മാറ്റാനും അതെല്ലാവർക്കും ബോധ്യം വരാനും എന്താണ് ചെയ്യാനാവുക? നമ്മുടെ സംവിധാനങ്ങൾ എങ്ങനെയാണ് മാറേണ്ടത്? എനിക്ക് തോന്നുന്നു ആ മറുപടി പറയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട സാജൻ സാർ നേരത്തെ എന്തോ ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചിരുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കുന്നത് അദ്ദേഹത്തെ കാണുന്നുണ്ട് മാഡം, അദ്ദേഹം അൺമ്യൂട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് എന്തോ സ്ക്രീനിൽ കാണാൻ കഴിയുന്നില്ല. സാജൻ ഉണ്ടോ? കേൾക്കാവോ? എന്റെ സൂമിൽ അദ്ദേഹത്തെ കാണുന്നുണ്ട്. ഇപ്പോഴുണ്ട്. സാജൻ കേൾക്കാമോ? എന്താണ് പറയാൻ വന്നത്? ഞാൻ ശ്രദ്ധിച്ചില്ല. അദ്ദേഹം ഫ്രീസ് ആണ് ശ്രീ. ഞാൻ പറയാൻ വന്നത് നമ്മുടെ ഡോക്ടർ, ഹലോ കേൾക്കാവോ? കേൾക്കാം. ഹലോ കേൾക്കാം. നമ്മുടെ ഡോക്ടർ അദ്ദേഹം ഇങ്ങനെ എന്റെ ഇപ്പൊ ഈ ചർച്ചയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാനിങ്ങനെ ഈ പൊതുവെ ഇങ്ങനെ സംസാരിച്ച് ഒത്തുതീർപ്പാക്കിയ ഒരു വിഷയത്തെ കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം പറഞ്ഞു. മുഖം കണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ അസുഖം എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കാൻ പറ്റാഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. അത് മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ടാണ്, ഇതെന്ത് സംഭവിക്കും മനസ്സിലാക്കി സാധിച്ചത് കൊണ്ടാണ് ഞാൻ ഒരുമിച്ച് പോകണം എന്ന് തീരുമാനമെടുത്തത്. കാരണം ഇവര് 2ആയി പോയാൽ ഇദ്ദേഹത്തെ കളഞ്ഞുകൊണ്ട് ഈ അനില വേറൊരു ജീവിതം തേടുകയോ അല്ലെങ്കിൽ ഡൈവോഴ്സായി പോവുകയോ ചെയ്താൽ അന്നേരം എന്ത് നടക്കുമെന്ന് എനിക്കത് അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം എൻ്റെ അടുത്തത് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ശ്രമിച്ചത്. എന്താണ് പറഞ്ഞത് ശ്രീ സാജൻ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചോ? ഇവർക്ക് ഇന്ന ട്രീറ്റ്മെന്റ് വേണം അല്ലെങ്കിൽ ഇന്ന കൗൺസിലിംഗ് വേണം എന്ന് പറയാനൊരു കാര്യം അല്ല. ഞാൻ അതിലോട്ടാണ് ഞാൻ പറഞ്ഞല്ലോ, വ്യക്തമായി ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞല്ലോ എന്തുണ്ടാകുമെന്ന്. പിന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് ഒരുമിച്ച് പോകണം. അതായത് 2ആയാൽ അവര് 2ആയി പോകേണ്ട സാഹചര്യം ഉണ്ടായാൽ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും, അദ്ദേഹം എങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ചർച്ചയിൽ.
അത് എങ്ങനെ പോകുമെന്ന് എത്തുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ ഒരുമിച്ച് പോകണമെന്ന് ശരി ഞാനൊരു എന്തായാലും തീരുമാനം എടുത്താൽ ഒരു ജനപ്രതിനിധിയാണ്. നോക്കൂ, എത്ര സീരിയസ് ആണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്നതിന്റെ സൂചന നൽകിയിട്ടും ഒത്തുതീർപ്പാണ് അവർ കണ്ടെത്തിയ പരിഹാരം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഡോക്ടർ മോഹൻ റോയ്, നമുക്ക് സമയം കുറവാണ്. ഞാൻ അദ്ദേഹം ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. ശരി, അതുപോലെ ഞാനത് വ്യക്തമായി എന്നെ കൊണ്ട് പറയിപ്പിക്കാം മാഡം. ഞാൻ അത് കൂടാതെ എനിക്ക് അങ്ങനെ മുഖം നോക്കി ഈ പറയുന്ന എല്ലാവർക്കും എന്നെ പോലുള്ള പൊതുപ്രവർത്തകരുടെ മുഖം നോക്കി ഏത് ചികിത്സ വേണ്ടതെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിൽ പിന്നെ ഡോക്ടർമാരൊന്നും വേണ്ടതില്ല, പൊതുപ്രവർത്തകർ മാത്രം പോരെ. ഇല്ല, താങ്കളെ കുറ്റപ്പെടുത്തിയതല്ല ശ്രീ സാജൻ. അദ്ദേഹത്തിന് വേണ്ടത് മാനസിക രോഗത്തിനുള്ള ചികിത്സയായിരുന്നു. അത് ഉപദേശിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ മോഹൻ റോയ് പറഞ്ഞോളൂ, നമുക്ക് സമയം കുറവാണ്. എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് എന്തോ ഒരു ധാരണപ്പശക ഉണ്ടായിട്ടുണ്ട്. ഞാനൊരിക്കലും അങ്ങ് അദ്ദേഹത്തിന്റെ മുഖം കണ്ടതിനു ശേഷം ചികിത്സയ്ക്ക് റെക്കമെൻഡ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരു മനോരോഗ വിദഗ്ധനായ ഞാൻ ഒരിക്കലും അങ്ങനെ പറയാറില്ല. ഇനി ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനോരോഗം ഇല്ലയോ എന്ന് എനിക്ക് പോലും കണ്ടുപിടിക്കാൻ ഒറ്റ നോട്ടത്തിൽ സാധിക്കില്ല. അതിന് ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് തന്നെ 10 ദിവസം അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യാനും ആ 10 ദിവസം 3 തവണ 30 ദിവസം അഡ്മിറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ മനോനില പരിശോധന റിപ്പോർട്ട് കൊടുത്താൽ മതി എന്നുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഇന്ത്യയിൽ കോടതികൾ തന്നെ തന്നിട്ടുള്ളത് കൊണ്ട് ഒരിക്കലും ഞാൻ എന്നെക്കുറിച്ച് പോലും അങ്ങനെ ഒരു വാദം ഉന്നയിക്കാൻ സാധിക്കാത്ത സ്ഥിതിക്ക് അങ്ങനെക്കുറിച്ച് ഞാൻ എന്തായാലും അങ്ങനെ ഒരു വാദം ഉന്നയിക്കില്ലല്ലോ. പോട്ടെ, അതല്ലല്ലോ നമ്മുടെ തർക്ക വിഷയം. മാഡം ചോദിച്ച വിഷയത്തിലേക്ക് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മാഡം, നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈ മാരേജ്, വിവാഹം എന്ന് പറയുന്നത് മതവൽക്കരിക്കപ്പെട്ട, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ്. നമ്മൾ ഈ കുട്ടിക്കാലത്ത് വായിക്കുന്ന ഫെയറി ടെയിൽ, നമ്മുടെ സംസ്കാരം നമ്മെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ വായിക്കുമ്പം ആൻഡ് ദേ ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ, അതിനുശേഷം അവർ സന്തോഷമായിട്ട് തന്നെ ജീവിച്ചു. അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് സന്തോഷമായിട്ട് ജീവിക്കും എന്നുള്ള എന്തോ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിലെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമ്മുടെ സ്വഭാവം പോലും എപ്പോഴും പിടിക്കാറില്ലല്ലോ. അങ്ങനെ നമ്മുടെ സ്വഭാവം പോലും എപ്പോഴും പിടിക്കാത്ത നമ്മൾ മറ്റൊരാളുടെ സ്വഭാവം കൂടി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രക്രിയയാണ്. അത് നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ തന്നെ അതാ സംഭവിക്കുന്നത്. വിവാഹ ബന്ധത്തിൽ അത് കുറച്ചുകൂടെ ഡീപ്പാണ്. അതിൽ നമുക്ക് കമ്മിറ്റ്മെന്റുകളുണ്ട്. നമ്മൾ ഒരാളിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ആൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയില്ല. നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ അദ്ദേഹത്തോട് പറയാറുമില്ല. അങ്ങനെ യാതൊരു ഐഡിയയും ഇല്ലാതെയാണ് പണ്ടൊക്കെ ആൾക്കാർ വിവാഹം കഴിച്ചിരുന്നത്. ഇപ്പം ഈ മാരേജ് കോമ്പാക്റ്റബിലിറ്റി സൈറ്റുകളിലൊക്കെ കണ്ട കോമ്പാക്റ്റബിലിറ്റി വെച്ച് കല്യാണം കഴിച്ചാൽ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഒരു കപ്പിളായിരുന്നു, എൻ്റെ അടുത്തൊരു കൗൺസിലിങ്ങിന് വന്നതാണ്. രണ്ടുപേർക്കും ട്രാവൽ ആയിരുന്നു കോമൺ ഇൻട്രസ്റ്റ്. ഒരു വ്യത്യാസമേ ഉള്ളൂ. ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള ട്രാവൽ എന്ന് പറയുന്നത് സിറ്റിയിൽ നിന്നും 50 കിലോമീറ്റർ ദൂരെയും ഭർത്താവിന് ഇഷ്ടമുള്ള ട്രാവൽ സിറ്റിയിൽ നിന്നും 500 കിലോമീറ്റർ ദൂരെയുമാണ്. വീക്കെൻഡുകൾ എന്ത് സംഭവിക്കുന്നത് നമുക്ക് ഊഹിക്കാം. പോട്ടെ, അത്ര കോമ്പാക്റ്റബിൾ ആയാൽ പോലും സംഭവിക്കുന്ന ഒരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നുള്ളൂ. അതിനും അപ്പുറത്തേക്കും ഇത്തരം ആൾക്കാർ അവർ യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ ദയവും അനുതാപവും ഒക്കെ അർഹിക്കുന്നവരാണ്. അദ്ദേഹത്തിന്റെ ജീവിതമാണ് ഇല്ലാതായിരിക്കുന്നത്, ആ കുട്ടിയുടെ ജീവിതമാണ് ഇല്ലാതായിരിക്കുന്നത്, ആ സ്ത്രീയുടെ ജീവിതമാണ് ഇല്ലാതായിരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള അവബോധ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ സംവിധാനത്തിൽ വരുന്ന ഓരോ വ്യക്തിയെയും കണ്ടുപിടിക്കാനുള്ള പരിശീലനം യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ പഞ്ചായത്തും ത്രിതല പഞ്ചായത്ത് സംവിധാനവുമായി ബന്ധപ്പെട്ട ഇത്തരം ധാരാളം പരിശീലനങ്ങൾ കിലയിലൊക്കെ നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കിലയിൽ ഇത്തരത്തിലുള്ള ഒരു പരിശീലന പരിപാടി ഇല്ലെങ്കിൽ അവർക്ക് മാനസികാരോഗ്യത്തിന്റെ ഈ ഒരു മോഡുകൾ കൊടുക്കാവുന്നതാണ്. കാരണം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങളും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ അംഗങ്ങളൊക്കെ തന്നെ ഇതിലെ ആദ്യത്തെ ഫിൽറ്ററുകളായി പ്രവർത്തിക്കുന്നവരാണ്. പിന്നെ നേരത്തെ വൈശാഖൻ സാറ് സൂചിപ്പിച്ച ഒരു കാര്യം, ഞാനും ആ കമന്റ് വായിച്ചതാണ്. അതൊക്കെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം അതിനെ കാണുന്നത് എന്നുള്ളതിന്റെ തെളിവുകളാണ്. നിങ്ങൾ എത്ര വിദ്യാഭ്യാസം ലഭിച്ച ആളാവട്ടെ, നിങ്ങൾ എത്ര ബുദ്ധിപരമായും മുകളിൽ നിൽക്കുന്ന ആളാകട്ടെ, നിങ്ങളുടെ കൾച്ചറും നിങ്ങൾ വന്ന സാമൂഹിക സ്ഥിതിയും നിങ്ങളുടെ ചിന്തകളെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം മാത്രമാണ് ജഡ്ജി പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നും പോലും ആ സമീപനം ഉണ്ടാകുമ്പോൾ പല സ്ത്രീകളും ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടൊക്കെ കോടതികളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ സുഭാഷ് ബാബു, ഇവിടെ ഇപ്പോ ജനപ്രതിനിധിയേക്കാൾ കൂടുതൽ പോലീസിന് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുമായിരുന്നു. രണ്ടുപേരുടെയും ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നത് ഉത്തരവാദിത്തമായി കണ്ടിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഈ കൊലപാതകത്തിലേക്ക് എത്താതെ ഇരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നു. പലപ്പോഴും നമ്മളുടെ പോലീസുകാർ എന്തുകൊണ്ടാണ് ഈ ഒത്തുതീർപ്പിടമായി പോലീസ് സ്റ്റേഷനെ മാറ്റുന്നത്? ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു എളുപ്പ വഴി സ്വീകരിക്കുന്നത്? അല്ല, പോലീസിനെ സംബന്ധിച്ച് എന്താന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഇതേമാതിരി പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കഴിവതും
അത് ഏതെങ്കിലും രീതിയിൽ ഒത്തുപോകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് രണ്ടാളോട് ചോദിച്ച് രണ്ടാളും നിർബന്ധമില്ലാതെ, അതായത് കമ്പൽഷൻ ഇല്ലാതെ രണ്ടാൾക്കും സ്വീകാര്യമായ രീതിയിൽ രണ്ടാൾക്കും ഒത്തുപോകാൻ കഴിയുമെന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലീസിന് അത് മാത്രമേ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ പോലീസിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാനമായിട്ട് കൊടുക്കുക ഇതിനകത്ത് എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്ന് ശരിക്കും മനസ്സിലാക്കും. ആ പ്രശ്നം കാതലായ അകൽച്ചയിലേക്ക് അല്ലെങ്കിൽ മാനസികമായിട്ട് അടുക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണെന്ന് അവർ തിരിച്ചറിയണം. ആ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൗൺസിലിംഗ് വിധേയമാക്കണം, അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അവരെ ഉപദേശിക്കണം. അതിനപ്പുറമല്ലാണ്ട് പോലീസിലെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ ട്രെയിനിങ് കൊടുക്കുക, അതൊന്നും അത്ര വിദഗ്ധമായിട്ട് രീതിയിൽ ഈ സ്വഭാവം ഒന്നും ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് വേണേ വളരെ നിരവധി മണിക്കൂറുകൾ അവരെ ചോദിക്കണം. ഇപ്പം ഡോക്ടർ മോഹൻ റോയ് പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിന് തന്നെ പറഞ്ഞല്ലോ, കാരണം ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ തന്നെ ഇവരെ നിരന്തരമായി ആ വ്യക്തിയെ ഒബ്സർവ് ചെയ്ത് ദിവസങ്ങളോളം വളരെ ദിവസങ്ങൾ ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം സുഭാഷ് ബാബു, ഇവർ ഒരുമിച്ച് താമസിക്കാൻ തയ്യാറായില്ല എങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, ആത്മഹത്യ ചെയ്താലും മറ്റ് സ്ത്രീയെ സംബന്ധിച്ച് കേസും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലോ, ഏത് തരത്തിൽ വേണമെങ്കിലും അവരെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു മനോനിലയുമായി നടക്കുന്ന വ്യക്തിയിൽ നിന്ന് അവരെങ്കിലും സംരക്ഷിക്കാമായിരുന്നു, അവരുടെ ജീവനെങ്കിലും സംരക്ഷിക്കാനുള്ള ഇടപെടലുകൾ ആയിരുന്നില്ലേ വേണ്ടിയിരുന്നത്? അതുണ്ടായില്ല എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ മാളവിക പിന്നെ എന്തോ പറയാൻ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, എന്താണ്? ഞാൻ പറയാൻ ശ്രമിച്ച ഇതാണ്, ഈ സ്ത്രീയുടെ ജീവിതത്തിന് വില കൊടുക്കാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒത്തുതീർപ്പുകൾ ഉണ്ടായി വരുന്നതെന്ന് അതിന്റെ കൂടെ പറഞ്ഞ് വെക്കേണ്ട വലിയ ആവശ്യമുണ്ട്. കാരണം എപ്പോഴും ഈ സ്ത്രീ ഈ ബന്ധത്തിൽ നിന്ന് വെളിയിൽ കിടക്കാൻ നോക്കുമ്പോൾ അതിപ്പോ പോലീസ് സിസ്റ്റം ആണെങ്കിലും ഈവൻ എന്താണ് നമ്മൾ നമ്മളിപ്പോ ഒരു കോടതി ബേസ്ഡ് കൗൺസിലറുടെ അടുത്ത് പോയാലും സ്ത്രീയുടെ കടമയാണ് ഈ കുടുംബത്തെ ഒരുമിച്ച് നിർത്തേണ്ടത് എന്നുള്ള രീതിയിലാണ്. അതിന് പല രീതിയിലുള്ള ടാക്ടിക്കുകൾ പ്രയോഗിക്കുന്നത് നമുക്ക് അതിനെക്കുറിച്ച് പഠനങ്ങൾ വരെയുണ്ട്. അതായത് നിങ്ങൾ ഇതിന്റെ പുറകെ ഇനി നടക്കേണ്ടവരും, വർഷങ്ങൾ ഇങ്ങനെ നടക്കേണ്ടവരും, കുട്ടികൾ അനാഥരാകുമെന്ന് പറഞ്ഞ് ഇതിന്റെ മാക്സിമം പ്രഷർ വന്ന് വീഴുന്നത് ഈ സ്ത്രീകളുടെ ചുവരിലാണെന്നും നമ്മൾ ഓർക്കണം. അതിന്റെ കൂടെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ എന്താണ് ഈ ആണുങ്ങളുടെ മിഡ് ലൈഫ് ക്രൈസിസ് എന്നുള്ള ഒരു വലിയ ഘടകം ഈ പർട്ടിക്കുലർ കൊലയുടെ പുറകിലുണ്ട്. നമ്മുടെ ഇതൊക്കെ ആക്ച്വലി നമ്മൾ എന്താണ് കൗൺസിലിംഗ് വഴിയും അതിനെക്കുറിച്ച് തുറന്ന സംസാരങ്ങൾ വഴിയും ഈ മിഡ് ലൈഫ് ക്രൈസിസ് എന്നുള്ളൊരു ഇഷ്യൂ നമ്മൾ കേരളത്തിൽ ഒരു സംസാര വിഷയം പോലും ആകുന്നില്ല. കാരണം നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട്, ജോലി ഉള്ള സ്ത്രീകളുണ്ട്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ത്രീകൾ എംപവേർഡ് ആയി കഴിഞ്ഞു. പക്ഷെ ഈ എംപവേർഡ് ആയിട്ടുള്ള സ്ത്രീകളെ ആക്സെപ്റ്റ് ചെയ്യാൻ ഉള്ള രീതിയിലുള്ള ഒരു സാമൂഹ്യ ഘടന അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പുരുഷന്മാർക്ക് ആ ഒരു ട്രെയിനിങ് വന്നില്ല, സോഷ്യലൈസേഷൻ വന്നിട്ടില്ല. ശരി, അതുകൊണ്ട് ഇൻസെക്യൂരിറ്റി വരുന്നു. ഈ സ്ത്രീയെ സംബന്ധിച്ച് അവർ സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ത്രീയാണ്. അവരുടെ ബേക്കറിയിലെ ഏതാണ്ട് 90% ഷെയറും അവരുടെ സ്വന്തമായിരുന്നു. അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന അത്രയും ധൈര്യമുള്ള ഒരു സ്ത്രീയായിരുന്നു. അവരെ സംബന്ധിച്ച് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു, അത് അവർ സംരക്ഷിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണിപ്പോൾ ഒരു വലിയ കുറ്റമായി സമൂഹം തന്നെ കാണുന്നതും. ഇവിടെ ഓരോ വ്യക്തിയും അവർക്ക് ബന്ധമുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ സപ്പോസിഷനാണ് പറയുന്നത് കേട്ടോ, ഹൈപ്പോത്തറ്റിക്കൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്ന് വിചാരിക്കുക. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുന്നത്? കാരണം എഗെയിൻ ഈ ഒരു സിസ്റ്റത്തിന് മാരേജിനകത്ത് തന്നെ നിൽക്കുകയും വേണം, എന്നാൽ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളൊന്നും മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ അവിഹിതം എന്ന് പറയുന്ന ബന്ധങ്ങൾ വിവാഹേതര ബന്ധം കുറ്റകരമല്ലാത്ത നാട്ടിലാണ് ഇത് നടക്കുന്നതും. ശ്രീ സുൽഫത്ത്, ഞാൻ ചോദിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ലിംഗസമത്വത്തെക്കുറിച്ചൊക്കെ നമ്മുടെ സമൂഹത്തിനുള്ള തെറ്റായ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര അവബോധം ഇല്ലാത്തത് തന്നെയല്ലേ ഇത്തരം സംഭവങ്ങളിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമായി വരുന്നത്? അടികൊണ്ടാലും എന്തൊക്കെ ദുരന്തം സംഭവിക്കേണ്ടി വന്നാലും ഒരു കുടുംബത്തിന്റെ സെറ്റപ്പിനുള്ളിൽ കഴിഞ്ഞോണം എന്ന് കുടുംബത്തിലുള്ളവർ പറയും, മറ്റ് ബന്ധുക്കൾ പറയും, സമൂഹത്തിൽ ഇടപെടുന്നവരെല്ലാം പറയും, സമൂഹമാകെ പറയും. അതുകൊണ്ടല്ലേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്? അത് പ്രണയക്കൊലയിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഒക്കെ. തീർച്ചയായിട്ടും അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു ആശ്വാസം തേടിയിട്ടാണ് പലപ്പോഴും ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോവുകയോ അല്ലെങ്കിൽ മധ്യസ്ഥത്തിന് വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുന്നത്. അവിടെ ഒക്കെ കിട്ടുന്ന ഉപദേശം, നീ സഹിക്കുക, നീ കുറച്ചുകൂടി ക്ഷമിക്കുക, കുടുംബം ഇങ്ങനെ നിലനിർത്തേണ്ടതാണ് എന്നുള്ളത്. എത്ര ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളാണെങ്കിലും ഈ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റിന് അവരെ നിർബന്ധിക്കുമ്പോൾ സ്വാശ്രിതരായിരിക്കും, സ്വന്തമായിട്ട് അധ്വാനിച്ച് വരുമാനം ഉണ്ടാക്കുന്നവരായിരിക്കും, തീരുമാനം എടുക്കാൻ ശേഷിയുള്ളവരായിരിക്കും. ഇതൊക്കെ ഒരാണിനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സമൂഹമാണ്
ഇപ്പോഴും കേരളത്തിൽ ഒരു ബഹുഭൂരിപക്ഷം, പ്രത്യേകിച്ചും ഒരു മധ്യവയസ്കരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും ആ പഴയ നൂറ്റാണ്ടിലുണ്ട്. നമ്മളുടെ ഈ സ്വന്തം തീരുമാനങ്ങൾ എടുക്കുന്നതിനെ ക്ഷമിക്കാനും സഹിക്കാനോ ക്ഷമിക്കുകയല്ല, അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാതിരിക്കുക. മറ്റൊന്ന് പൊതുബോധം. എപ്പോഴും ഇത്തരം സ്ത്രീകളുടെ പങ്കാളിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിന്നെ കൊള്ളാനിട്ടാണ് അവള് വൈകി വരുന്നത്, അല്ലെങ്കിൽ നീ പോരാനിട്ടാണ് അവൾ മറ്റ് തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അവൾ ബിസിനസ് നടത്തുന്നത്, അവൾ എന്ത് ചെയ്യുന്നതും നിന്നെ കൊള്ളാനിട്ടാണ് എന്നൊരു പൊതുബോധം. ആ പൊതുബോധം ഈ പുരുഷനിലേക്ക് പ്രചരിപ്പിക്കുകയും അതിനുള്ള ഒരു പരിഹാരം എനിക്ക് തോന്നുന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ അയാൾ വളരെ സംതൃപ്തനാണ്. കാരണം ഞാൻ ചെയ്യേണ്ടത് ചെയ്തു, അവളെ കൊന്നതൊരു കുറ്റകൃത്യമാണ് എന്ന് പോലും തോന്നാത്ത ഒരു മാനസികാവസ്ഥയിലാണ് അയാളുള്ളത്. അതുപോലെ ഈ പറഞ്ഞ പഞ്ചായത്ത് മെമ്പറെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷെ അപ്പൊ പോലും ഇത്രയും ക്രൂരമായി കൊല ചെയ്യപ്പെട്ട് ഇത് അനുഭവിച്ചു കഴിഞ്ഞിട്ടും ആ മനുഷ്യനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഈ പൊതുബോധമാണ്. കാരണം അവൾക്ക് മറ്റു ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അവൾക്ക് മറ്റു ബന്ധങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ അതിന്റെ വഴിക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്. കാരണം അത്തരം ബന്ധമുള്ള ഒരാളിന്റെ കൂടെ ജീവിക്കാൻ ഇയാൾക്ക് എന്ത് സമാധാനം കിട്ടുക? അത് അനുസരിപ്പിക്കുക. ഞാൻ പറയുന്നത് തീർച്ചയായും പ്രണയമോ സ്നേഹമോ ഒന്നും തന്നെ പിടിച്ചു വാങ്ങാൻ കഴിയുന്നതല്ല. അത് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഇമ്പമുള്ള കുടുംബം എന്നൊന്നും പറഞ്ഞ് ആ ഒരു സെറ്റപ്പിൽ കഴിയാതെ അവർ രണ്ട് വഴി തേടുന്നതാണ് നല്ലത് എന്ന ഒരു ബോധം ഓരോ മനുഷ്യർക്കും ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ആലപ്പുഴയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയുണ്ട്. ആലപ്പുഴ ആറാട്ടുപുഴയിൽ യുവാവ് മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് പറയുന്നു. പെരുമ്പള്ളി സ്വദേശി വിഷ്ണുവാണ് കൊല്ലപ്പെട്ടത്. മരണകാരണം തലക്കേറ്റ ക്ഷതമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. ഭാരമുള്ള വസ്തു കൊണ്ട് തലയ്ക്ക് അടിയേറ്റതിനെ തുടർന്ന് ആന്തരിക രക്തസ്രാവം ഉണ്ടായാണ് മരണമുണ്ടായിരിക്കുന്നത്. ഭാര്യ ആതിര ഉൾപ്പെടെ 4 പേർ കസ്റ്റഡിയിൽ. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിഷ്ണു കൊല്ലപ്പെട്ടത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ആദ്യം സംശയിച്ചത്. പക്ഷേ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴാണ് അതൊരു കൊലപാതകമാണ് എന്ന് വ്യക്തമാകുന്നത്. അതിൽ എന്ത് സംഭവിച്ചു എന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഭാര്യയായാലും ഭർത്താവായാലും തന്റെ പങ്കാളി അവർക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതൊരു കുടുംബത്തിൽ തന്നെ പോകണമെന്ന് വാശി പിടിക്കാതിരിക്കുക എന്നതാണ് നല്ലത്. ജീവൻ ആണ് വലുത്. ആത്മഹത്യയിലേക്ക് ഈ പ്രതി പോയാലും അത് ഭാര്യയുടെ ജീവൻ എടുക്കുന്നതായാലും എല്ലാം നഷ്ടം അയാൾക്ക് കൂടിയാണ്. അപ്പോൾ ടോക്സിക്കായുള്ള ബന്ധങ്ങളിൽ തുടരാൻ നമ്മുടെ സമൂഹം നിർബന്ധിക്കുന്നു. പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥകളിലൊന്നും അതില്ല. അതിൻ്റെ കെട്ടുപാടുകൾ വിട്ടെറിഞ്ഞു പോകാൻ പലതിലും പുരോഗമനം പറയുന്ന മലയാളിക്ക് ഇപ്പോഴും കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം.